നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. സത്യം, പരമാർത്ഥം, ഇങ്ങനെയൊക്കെയുള്ളൊരു സീനുണ്ട് സലിം കുമാറിൻ്റെ. ഏതാണ്ട് അതേ അവസ്ഥയിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ. സത്യമാണോ ഇത്? അങ്ങനെ സംഭവിച്ചോ? എന്താണിപ്പോൾ ഇത്? ഞാൻ സ്വപ്നം കാണുകയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്വയം നുള്ളി നോക്കിയവർ വരെയുണ്ട്. ശ്രീകണ്ഠീരവയിൽ പോയി കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FCയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അതും പ്രതിസന്ധികൾക്ക് മേൽ പ്രതിസന്ധി കണ്ട ഈ സീസണിൽ എത്രയെത്ര കാലമായി നമ്മളൊക്കെ കൊതിക്കുന്ന ഒന്നാണ് ശ്രീകണ്ഠീരവയിൽ അവരെ ഒന്ന് തോൽപ്പിക്കുക എന്നുള്ളത്. എത്ര മത്സരങ്ങളിൽ അവിടെ പോയിട്ട് ആ സ്റ്റേഡിയം ഫുള്ളാക്കി, അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം സ്റ്റേഡിയം പോലെ ഫീൽ ചെയ്യിച്ചിട്ടുണ്ട്. എന്നിട്ടും പക്ഷേ ഒരു വിജയം അകന്നു നിന്നു. ഇത്തവണ പക്ഷേ മഞ്ഞപ്പടയില്ല, ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അവിടെ ഇല്ല. അങ്ങനെ നിന്നൊരു മത്സരത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവരെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ചരിത്രത്തിലെ ആദ്യമായിട്ട് ശ്രീകണ്ഠീരവയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FCയെ പരാജയപ്പെടുത്തിയ മത്സരം 2-1 വിജയിച്ച് കയറുമ്പോൾ ഗോൾ അടിച്ചത് ബെർത്തോമിയും അതുപോലെ പുതിയ താരം ഫ്രാൻസുവുമാണ്. പക്ഷേ കളിയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു താരമുണ്ട്, കരീം ബെനാരിഫ്. അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് വിട്ടത് മുതൽ ഒരു ഗെയിം ചേഞ്ചർ എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. സെക്കൻഡ് ഹാഫ് അതുകൊണ്ട് തന്നെ എക്സെപ്ഷണലായിരുന്നു. എതിരാളികൾ ആളെണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മറക്കുന്നില്ല. പക്ഷേ മികച്ച രൂപത്തിൽ ഗെയിം കൺട്രോൾ ചെയ്യുന്ന കരീം ബെനാരിഫ് ഒരുപാട് അവസരങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നു. ഡിഫെൻഡ് ചെയ്യുന്നു, റൺ ചെയ്യുന്നു, എല്ലാം അദ്ദേഹം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. സോ വളരെ വളരെ മികച്ച പ്രകടനം തന്നെയാണ് കരീം ബെനാരിഫ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഒരു പക്ഷേ നമുക്ക് ഗെയിം ചേഞ്ചർ എന്ന് തന്നെ വിളിക്കാം. ഇപ്പോൾ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം നോക്കുകയാണെങ്കിൽ അദ്ദേഹം പാരലൽ റൺസ് നടത്തുന്നു. അതുപോലെ തന്നെ മികച്ച രൂപത്തിലുള്ള ലോങ് ത്രൂ പാസുകൾ കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ടച്ചും ടേണും ഒക്കെ വളരെ ക്വാളിറ്റി ഉള്ളതായിരുന്നു. തീർച്ചയായിട്ടും ബോക്സ് ടു ബോക്സ് ആയിട്ടും നന്നായിട്ട് അദ്ദേഹം പെർഫോം ചെയ്യുന്നു. ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ മിസ് ചെയ്ത ആ ഒരു ക്രിയേറ്റീവ് എഡ്ജ് ഉണ്ടല്ലോ, അതാണ് കരീം ബെനാരിഫ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതായാലും വരുന്ന മത്സരങ്ങളിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തട്ടെ. വളരെ കുറഞ്ഞ കളികൾ ഇനി ബാക്കിയുള്ളൂ. ഇതൊക്കെ നേരത്തെ സെറ്റാക്കേണ്ടെന്നേ, പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ സെറ്റാകുന്നു എന്നൊരു ഫീലെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് തുടരട്ടെ. തീർച്ചയായിട്ടും കരീം ബെനാരിഫാണ് ഇന്നത്തെ താരം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.